നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴം കൊണ്ടുള്ള പച്ചടിയാണ്. അതിനാവശ്യമായ ചേരുവകൾ: നന്നായി പഴുത്ത 2 പഴം, തേങ്ങ, തൈര്, പച്ചമുളക്, ജീരകം, കടുക്. ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇടുന്നു. ആവശ്യമായ വെള്ളമൊഴിച്ച് നേരത്തെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും അതിലേക്ക് ചേർക്കുന്നു. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുന്നു. നന്നായി വെന്ത പഴം നമ്മൾ വെള്ളത്തോടുകൂടി ഒന്നുകൂടി ചേർത്ത് പേസ്റ്റ് പോലെയാക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ നന്നായി ജീരകവുമായി നന്നായി ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കണം. അതിന് അവസാനമായിട്ട് കടുകിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അരപ്പ് അതിലേക്ക് ചേർക്കുന്നു. നന്നായി തിളയ്ക്കുന്നത് വരെ ഒന്ന് അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ആ മിക്സിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതിലേക്ക് ആഡ് ചെയ്യുന്നു. അരപ്പ് ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം ആവശ്യമായ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നന്നായി തിളച്ചതിന് ശേഷം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തൈര്, 2 ടീസ്പൂൺ തൈര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് നന്നായി തിളയ്ക്കാനായിട്ട് നമ്മൾ അനുവദിക്കുക. അതിനുശേഷം 1 സ്പൂൺ പഞ്ചസാര അതിൽ ചേർക്കാവുന്നതാണ്. നമ്മൾ പച്ചടി താളിക്കാൻ പോവുകയാണ്. അതിനായി ഒരു പാൻ എടുത്ത് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക്, വേപ്പിൻ്റെ ഇല, 2 വറ്റൽമുളക് ഇട്ടത് നന്നായി പൊട്ടിയതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള പച്ചടി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്.